Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ കോൾ 8590046916 മിഷൻ ഡ്രഗ് ഫ്രീ മൂവാറ്റുപുഴ പദ്ധതിയുടെയും തൂഫാൻ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ലഹരി വിരുദ്ധ ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാൻഡ് സെന്റർ മാളിൽ സംഘടിപ്പിച്ച ബോധവത്കരണ പരിപാടി ഇന്ത്യയുടെ ഇതിഹാസ അത്ലറ്റും പത്മശ്രീ പുരസ്കാര ജേതാവുമായ അഞ്ജു ബോബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്ന മിഷൻ ഡ്രഗ് ഫ്രീ മൂവാറ്റുപുഴ പദ്ധതിയുടെയും തൂഫാൻ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാൻഡ് സെൻട്രൽ മാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഇന്ത്യയുടെ ഇതിഹാസ അത്ലറ്റും പത്മശ്രീ, അർജുന, ഖേൽരത്ന പുരസ്കാര ജേതാവുമായ അഞ്ജു ബോബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ തൂഫാൻ പദ്ധതി ലഹരിക്കെതിരായ ശക്തമായ ജനകീയ പോരാട്ടമാണെന്നും യുവജനങ്ങളെ ലഹരിയിൽ നിന്ന് നിർത്താൻ കായിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണെന്നും കായിക മേഖലയെ ഒരിക്കലും അവഗണിക്കരുതെന്നും ആരോഗ്യമുള്ള സമൂഹം വാർത്തെടുക്കാൻ കായിക സംസ്കാരം ശക്തിപ്പെടണമെന്നും അഞ്ജു ബോബി ജോർജ് പറഞ്ഞു. ഈ നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ എടുത്ത ഈ തൂഫാൻ പോലെയുള്ള ഒരു പദ്ധതിയായിട്ട് കേരളത്തിലെ കലാലയങ്ങൾ അവരുടെ സ്കൂൾ അവർ കഴിഞ്ഞിട്ട് അവരുടെ സ്പോർട്സ് ഫെസിലിറ്റീസ് എന്തുകൊണ്ട് ഗവൺമെന്റിന് ഏറ്റെടുത്തുകൂടാ? ഏതാനും മണിക്കൂറുകളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ യൂത്തിന് ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ഇന്നത്തെ കളിക്കളങ്ങളുടെ പരിമിതി നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നഗരസഭയാണെങ്കിലും അതായത് സ്റ്റേറ്റ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും സ്പോർട്സും ആർട്സും കൾച്ചറൽ ഈവൻസും വീക്കിലി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുകയാണെങ്കിൽ അവരതിനുള്ള പ്രാക്ടീസും അതിനുള്ള ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് കുറേ സമയങ്ങൾ അങ്ങനെ പോകും. ഈ ഒരു കോവിഡും ഈ ഒരു സമയവും വന്നതിന് ശേഷം കുട്ടികൾ വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ടു. ഇന്നത്തെ മൊബൈലും ഇന്റർനെറ്റും ഇൻസ്റ്റഗ്രാമും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അവർ വീടിനുള്ളിൽ അല്ലെ സിനിമ കണ്ടുകൊണ്ട് വീടിനുള്ളിൽ അടച്ചിരിക്കുന്ന ഒരു പ്രകൃതമാണ്. അവരെ നമ്മൾക്ക് വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പുറത്തു നിന്ന് അകത്തേക്ക് വിളിക്കാനായിരുന്നു പാട്. ഇന്ന് അകത്തു നിന്ന് പുറത്തേക്ക് കുട്ടികളെ തള്ളിവിടാനാണ് പേരൻസ് ശ്രമിക്കുന്നത്. എൻട്രൻസും എഡ്യൂക്കേഷനും ഒക്കെ ആയിട്ട് അവരുടെ ലോഡ് ഭയങ്കരമാണ്. അതിനുള്ളിലുള്ള ചെറിയ പരിമിതമായ സമയങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. ആ സമയങ്ങൾ അവരുടെ ചിന്തകളും അവരുടെ എനർജിയും മറ്റു പല രീതിയിലും പോകാതെ സ്പോർട്സും ആർട്സും അവർക്കുള്ള കഴിവുകളും വളർത്തുന്നതിലേക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന തൂഫാൻ അറ്റ് മൂവാറ്റുപുഴ എന്ന വിപുലമായ ജനകീയ പരിപാടിയുടെ ഔദ്യോഗിക ലോഗോ അഞ്ജു ബോബി ജോർജ് പ്രകാശനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി അഞ്ജു ബോബി ജോർജ് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും കായികത്തിന്റെ പ്രാധാന്യവും ലഹരിയുടെ ദൂഷ്യഫലങ്ങളും വിശദീകരിച്ച് ബോധവൽക്കരണ സന്ദേശം നൽകുകയും ചെയ്തു. ടാലന്റ് നമ്മുടെ സ്കൂളിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ പേരൻസ് ഫസ്റ്റ് മനസ്സിലാക്കണം. അതിനവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പഠിത്തം മാത്രമല്ല, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മാത്രമല്ല ലോകം ഭരിക്കുന്നത്, സ്പോർട്സുകാരും ആർട്സിലും കുട്ടികളെ അവരുടെ കഴിവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പേരൻസിന്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റും ഇഷ്ടംപോലെ സപ്പോർട്ടും ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് ആക്ച്വലി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. ലഹരി വിമുക്ത മൂവാറ്റുപുഴ എന്ന ലക്ഷ്യത്തോടെ നഗരസഭ, പോലീസ്, എക്സൈസ് വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ലഹരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടർന്നും വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ലഹരി ഇന്ന് മനുഷ്യനെ മനുഷ്യനല്ലാതെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, ഒരുപാട് കുടുംബങ്ങൾ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം, സാമ്പത്തികമായും മാനസികമായും തകർന്നു പോകുന്ന കുടുംബങ്ങളുടെ നേർക്കാഴ്ച നമ്മുടെ സമൂഹം കാണാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. തൂഫാൻ എന്ന് പറയുന്ന പദ്ധതിയുമായി ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ആർജവത്വത്തോടു കൂടി മുമ്പോട്ട് വന്നപ്പോൾ പെരുമ്പാവൂരും തുടങ്ങിയ മറ്റു സമീപ പ്രദേശങ്ങളിലൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ലഹരി വേട്ട തന്നെയാണ് വളരെ മനോഹരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ കേരളത്തിന്റെ അമ്മമാർക്ക്, സഹോദരിമാർക്കൊക്കെ ഇത് ആശ്വാസകരമായ ഒരു സാഹചര്യം കൂടിയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ, നമ്മുടെ മൂവാറ്റുപുഴ പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസും വളരെ ആർജവത്വത്തോടു കൂടി ഈ കാര്യത്തില് ഒരുപാട് മുൻപോട്ട് വന്നിരിക്കുന്നു. വൈസ് ചെയർമാൻ അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അസം ബീഗം, രജിത പി, ഷഹന മാഹിൻ, കൌൺസിലർമാർ, സർക്കിൾ ഇൻസ്പെക്ടർ ബഷീർ, എക്സൈസ് ഓഫീസർ അനിൽകുമാർ, CDS ചെയർപേഴ്സൺ ധന്യ അരുൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.